അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി ജുസ് 1 പേജ് 22. വയുസ്തസ്നാ മിൻ നജസി, നജസിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും മൈത്തത്തിൻ്റെ ഒരു ശവത്തിന്. അങ്ങനത്തെ ശവമാണ് ലാ ദമലഹ സായിലുൻ, ആ ശവത്തിനേക്ക് ഒഴുകുന്ന ചോരയില്ല. എപ്പല്ല ഇന്ത ഷഖ്യുദുവിൻ മിൻഹ, ആ ശവത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അംഗത്തിനെ കീറുന്ന അവസരത്തിൽ ഒഴുകുന്ന ചോരല്ല. ഫി ഹയാത്തിഹ, ആ ജീവിയുടെ, ആ ശവത്തിൻ്റെ ജീവിതകാലത്ത്, ആ ജീവി ചാവുന്നതിന് മുമ്പ് അതിൻ്റെ സ്വഭാവം എന്താ? ബ്ലേഡോ മറ്റെടുത്ത് നമ്മൾ കീറി വെക്കിയാൽ ചോര ഒഴുകൂല. ചോര ചിലപ്പോൾ ഉണ്ടാവും, അത് മറ്റുള്ളവരും കുടിച്ച ചോരാണ്, അതുകൊണ്ട് ഒഴുകാൻ മാത്രം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒഴുകുന്ന ചോര ജീവിതകാലത്തില്ലാത്ത ജീവിടുകാരൻ അതുപോലെ കസുംബൂരി, കടന്നൽ പോലെ, വൽ ഹംഫസായി, വണ്ട് പോലെ. ഇതൊക്കെ ഇപ്പം ചിലപ്പം ചോര ചിലപ്പോൾ ഉണ്ടെങ്കിലും ഒഴുകാൻ മാത്രമുള്ള ചോര ഉണ്ടാവില്ല ഹയാത്ത് കാലത്തിൻ്റെ കീറി നോക്കിയാൽ. അപ്പം അങ്ങനത്തെ ശവത്തിനൊക്കെ പുറപ്പെടുവിക്കപ്പെടും. അങ്ങനത്തെ ശവത്തിന് നേഴ്സൊന്നും പുറപ്പെടുവിക്കപ്പെടും എന്ന് വെക്കുമ്പോൾ ഫലാ തുനജ്ജിസു, അത്തരം ഈ വണ്ട്, കടന്നൽ തുടങ്ങിയതായിരിക്കുന്ന ജീവികളുടെ ശവം നജസാക്കൂല. മായുൻ നീരായിരിക്കുന്ന പാല്, ചായ തുടങ്ങിയ വസ്തുക്കളെ നജസാക്കൂല. ബിമൗത്തിഹ, ആ ജീവി, ആ ശവം ചായലുകൊണ്ട് ഫിഹി, ഈ മായി നീരായതുകൊണ്ട് ചത്തും. അപ്പോൾ നമ്മൾ ചാറിലോ അല്ലെങ്കിൽ ചായയിലോ ഒക്കെ ഈച്ച അല്ലെങ്കിൽ വണ്ട് പോലത്തൊക്കെ വീണ് ചത്തും. എന്നാൽ ഈ ചായനെയും വെള്ളത്തിനെയും നജസാക്കൂല. അലൽ മഷ്ഹൂരി, മഷ്ഹൂറായ കൗല് പ്രകാരം നജസാക്കൂല. എന്താ നജസാക്കാണ്ടിരിക്കാൻ കാരണം? മഷഖത്തിൽ ഇഹ്തിറാസിയൻഹ, അത്തരം ജീവികളെ തൊട്ട്, അത്തരം ശവങ്ങളെ തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായതിനു വേണ്ടി. ചോറ് കൊണ്ടുവെക്കുമ്പോഴും ചായ കൊണ്ടുവെക്കുമ്പോഴും ഒക്കെ ഇട്ടിട്ടെടുത്താണെങ്കിൽ ഇങ്ങനത്തെ ഒരു വന്ന് വീഴുമല്ലോ. ഒക്കെ നജസ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പ്രയാസമുണ്ട്. ഇല്ലാൻ തുഹയ്യിറഹു, അത്തരം ശവം ഈ നീരായ വസ്തുവിനെ പകർച്ചയാക്കി അങ്ങനെ വീഴുകയും. എങ്ങനെയാണ് പകർച്ചയാക്കിയത്? ബികസരത്തിഹ, ആ ശവം വർദ്ധിച്ച കാരണം കൊണ്ട് കുറേ എറുമ്പ് ചായ വീണിങ്ങനെ ചത്ത്. അപ്പോൾ ചായൻ്റെ രസനലമ്പം പോയിക്കണ്, അല്ലെ നിറം പോയിക്കണം, അല്ലെ വാസന പോയിക്കണം. അങ്ങനെയാണ് നജസാക്കും, അല്ലെങ്കിൽ നജസാക്കൂല. പസാനി എന്ന മഷഹൂറിൻ്റെ മുക്കാബിലായ കൗലാകുന്നത് തുനജ്ജിസു, ഹയാത്ത് കാലത്ത് ഒലിക്കുന്ന ചോരല്ല, അങ്ങനത്തെ ജീവികളുടെ ശവം നജസാക്കുമെന്നാണ് നീരായ വസ്തുക്കളെ. കഹരി, അങ്ങനത്തെ ശവമല്ലാത്ത മൂത്രം കാഷ്ടമൊക്കെ നജസാക്കല്ലോ, എന്നുമായി അങ്ങനത്തെ ശവം നജസാക്കും. വരവ് മാത്തത്, ഈ ശവം ചത്തത് കപില ഫീമ, ഒരു നീരായ വസ്തുവിലാണ്. നീരായ വസ്തു നശഅത്ത്, ഈ ജീവി, ഈ മൈത്തത്ത് എന്നുള്ള, ഇപ്പം നമ്മൾ മൈത്തത്ത് എന്ന് പറയുന്നത്, അത് ഉണ്ടായി തീർന്ന വിൻഹു, ഈ നീരായ വസ്തുവിൽ നിന്നാണ്. അങ്ങനത്തെ ചത്താൽ, ഉദാഹരണം കൽ അലഖി, അട്ട പോലെ. അട്ടപ്പം വെള്ളത്തിലാണ് ഉണ്ടാകുന്നത്, അങ്ങനെ വെള്ളത്തിൽ ചത്തു. വദൂദിൽ ഖല്ലി, സുർക്കയിലെ പുഷു പോലെ. സുർക്കയിലെ പുഷു സുർക്കയെന്നുണ്ടായതാണല്ലോ, അത് സുർക്കയിൽ ചത്തു. എന്നാലും തുനജ്ജിസുഹു, ആ ശവം ഈ വെള്ളത്തിന് നജസാക്കൂല. ജസ്മൻ, മഷ്ഹൂറായ കൗല് പ്രകാരം അതിൻ്റെ മുക്കാബിലാകുന്ന താനി പ്രകാരം ഒന്നും തന്നെ നജസാക്കൂല. വരവ് തുരിയത്ത്, ഇനി അങ്ങനത്തെ ശവത്തിനെ കൊണ്ടുപോയി ഇടപെട്ടു, ഫിൽമായി നീരായ വസ്തുവിൽ ഇടപെട്ടു. വയത മൗത്തിഹ, ആ ശവം ചത്തതിന് ശേഷം. അതായിട്ട് പഞ്ചസാര കുപ്പിയിൽ എറുമ്പ് ചത്തിരുന്നു, നമ്മളെ സ്പൂൺ കൊണ്ട് ആ പഞ്ചസാര കോരിട്ടപ്പോൾ ചത്തെറുമ്പിന് അതിലേക്ക് കോരിടൽ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ നജ്ജസത്തുഹു, അവിടെ ഈ ശവം നീരായ വസ്തുവിനെ നജസാക്കും, ചായ നജസാവും. അതിന് പിന്നെ ബുദ്ധിയുള്ളവരിടണമെന്നില്ലാണ്, ചെറിയ കുട്ടികളിട്ടാലും ഭ്രാന്തന്മാരിട്ടാലും, എന്തിനേറെ പറയുന്നു ഏതെങ്കിലും മൃഗങ്ങൾ കൊണ്ടുപോയിട്ടാൽ പോലും നജസാക്കുന്നതാണ്. കമാക്കാലു ബിശ്റഹി, അപ്പോൾ ചത്തതിൻ്റെ ശേഷം കൊണ്ടുപോയിട്ടതാണെങ്കിൽ നജസാക്കുമെന്നതിന് ഇമാം റാഫി റളിയല്ലാഹു അൻഹു തൻ്റെ ശറഹ് സഗീറിൽ പറഞ്ഞ പോലെ. ഫഖാല, റാഫി ഇമാം പറഞ്ഞു, ഫിൽ കബീരി, ഷറഹുൽ കബീറിൽ പറഞ്ഞു എന്തെന്ന്, എവിടെ? ഫീമ, ഒരു ജീവിൻ്റെ വിഷയത്തിൽ, അങ്ങനത്തെ ജീവിയാണ് നഷ്ഉഹു, അതിൻ്റെ വളർന്നുണ്ടാകൽ ഫിൽമായി, വെള്ളത്തിലാണ്. വെള്ളത്തിൽ വളർന്നുണ്ടാകുന്ന അട്ട തുടങ്ങിയതായിരിക്കുന്ന വസ്തുക്കൾ, അങ്ങനത്തെ വസ്തുവിൻ്റെ വിഷയത്തിൽ പറഞ്ഞു. എന്തെന്ന് പറഞ്ഞു? ലോ തുരിഹ, അങ്ങനെയുള്ളതായിരിക്കുന്ന വസ്തുവിനെ കൊണ്ടുപോയി ഇടപെട്ടാൽ, ഹയാത്തുള്ള നിലക്ക് കൊണ്ടുപോയി ഇടപെട്ടു, ഈ വെള്ളത്തിൽ ഇടപെട്ടു, മിൻ ഖാരിജിൻ, പുറത്തുനിന്നും കൊണ്ടുപോയി ഇടപെട്ടു, ഒരട്ടണം പിടിച്ചെങ്ങാൻ കുറച്ച് വെള്ളത്തിൽ കൊണ്ട് ഇട്ട് നിൽക്കുക, എന്നിട്ട് അതിൽ നിന്ന് ചത്ത്. എന്നാൽ അതിൽ ഖിലാഫു, അവിടെയും ഖിലാഫും അടങ്ങി വരുന്നു. അതായത്
ആ വെള്ളത്തിൽ നിന്ന് ചായലും കൊണ്ട് മടങ്ങി വരുന്നാൽ മഷൂർ പ്രകാരം നജസാക്കൂല, സാനി പ്രകാരം നജസാക്കും എന്നുള്ള അഭിപ്രായം വരുന്നത്. വക്കദ ഫീ ഖൗലിൻ വക്കദ ഫീ ഖൗലിൻ നജസ് വക്കദ. അപ്പം അങ്ങനെ ഒരിക്കുന്ന ചോരല്ലാത്തതായിരിക്കുന്ന ശവത്തിനെ പോലെയാണ് നജസുൻ ഒരു നജസാകുന്നത്. അത് മുഹല്ലതാണെങ്കിൽ പോലും എങ്ങനത്തെ നജസാണ്? ലാ യുദ്രിക്കു, അതിനെ കണ്ടെത്തിക്കൂല, തറഫുൻ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണൂല, അങ്ങനെയുള്ളതായിരിക്കുന്ന നജസിനെയും നജസിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെടും. ഐ ബസറു എന്നാണ് തറഫിൻ്റെ അർത്ഥം. എന്തേ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാണ്ടിരിക്കാൻ കാരണം? കില്ലത്തി അത്രയും കുറവാണ് ഈ നജസ്. അങ്ങനത്തെ പിന്നെ കില്ലത്ത് കൊണ്ട് കണ്ണുകൊണ്ട് നോക്കാൻ കാണൂല, അങ്ങനെയുള്ളതായിരിക്കുന്ന നജസിൻ്റെ ഉദാഹരണമാകുന്നത് കനുഖത്തി ബൗലിൻ, മൂത്രത്തിൻ്റെ ഒരു നുക്ത പോലെയാണ്. ഒരു പുള്ളി ഒക്കെ കതിറുള്ള മൂത്രം ഉണ്ടല്ലോ, അത് പിന്നെ നജസാക്കിൻ്റെ അർത്ഥം. അമ്മ ഒന്നുപോലെയുമാണ്. എങ്ങനത്തെ ഒന്നാണ്? യാലക്കു, ആ ഒന്ന് പറ്റിപ്പിടിക്കുന്നു, ബിരിജിരി ദുബാബി, ഈച്ചയുടെ കാലിനോട് പറ്റിപ്പിടിക്കുന്നു. പിന്നെ നജസിന് ഇപ്പം കാഷ്ടത്തിലോ മൂത്രത്തിലോ ചരത്തിലോ ഛർദ്ദിച്ചയിലോ ഒക്കെ ഈച്ച വന്ന് ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ കാൽമ കുറഞ്ഞൊരു നജസ് ഉണ്ടാകുമല്ലോ. എന്നിട്ട് അത് വന്നിട്ട് നമ്മുടെ വസ്ത്രത്തിലോ അല്ലെങ്കിൽ നമ്മളെ നീരായിരിക്കുന്ന ചായയിലോ മറ്റൊക്കെ വന്ന് വീണു, എന്നാലും നജസാവില്ല എന്നർത്ഥം. ഫൈനഹു എന്താ അതും ഇതിൽപ്പെട്ട അറിയാൻ കാരണം ഫൈനു വിഷയം അങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്രയും കുറഞ്ഞ നജസാകുന്നു. ഇലാ യുനജിസു, അത് നജസാക്കൂല. മായുൻ നീരാധരിക്കുന്ന പാല്, സുർക്ക, തൈര് പോലത്തേന് നജസാക്കൂല. എന്താ നജസാക്കൂല അറിയാൻ കാരണം? ഇമാ വിക്ര മേൽ പറയപ്പെട്ട കാരണം മേൽ പറയപ്പെടുന്നതായിരുന്നു വലിയ മഷക്കത്തിൽ ഇഹ്തിറാസി അനഹാന്ന് പറഞ്ഞല്ലോ, അങ്ങനെ സൂക്ഷിക്കൽ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കൊളുത്തു എന്ന ഇതിപ്പോൾ ഒരു ലൈഫായ കൗലായിട്ടാണ് ഇപ്പോൾ മുഹററിൽ പറഞ്ഞത്. എന്നാൽ ഇമാം നബി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറയുന്നു ഇതിൽ കൗലു, ഈ കൗലാകുന്നത് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തായിരിക്കും നീക്ക് അത്രയും കുറഞ്ഞ നജസാക്കുല നീ പറഞ്ഞ കൗല് അദ്ഹറു, അത് ലൈഫല്ല, അത് അദ്ഹറായ കൗലാണ്. അള്ളാഹുത്തോന്നവരം എന്തിനേക്കാൾ അദ്ഹറാണ്? ഈ മുക്കാബിലി, ഈ കൗലിൻ്റെ മുക്കാബിലിനേക്കാൾ, മറുഭാഗത്തിനേക്കാൾ. ഏതാ മറുഭാഗം? അത്തനജസു നജസാവുന്നുള്ളതാണ്. കൈരി അങ്ങനത്തെ കുറഞ്ഞതല്ലാത്ത ബാക്കിയുള്ള നജസൊക്കെ നജസായമാതിരി കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്ത അത്ര കുറച്ചുള്ളതും നജസാവുന്നതാണ് മുക്കാബില. അപ്പോൾ സൗമു വൽ ബദനു, എന്നാൽ ശരീരവും വസ്ത്രവുമാകുന്നത് കൽമായി നീരായ വസ്തുവിനെ പോലെയാണ്. പാല്, ചായ, കഞ്ഞി പോലെയാണ് ഈ വിഷയത്തിൽ. ഫീദാലിക്ക, അത് നജസാക്കൂല എന്ന വിഷയത്തിൽ. അപ്പോൾ നമ്മുടെ വസ്ത്രത്തിലൊക്കെ പിന്നെ മൂത്രത്തിൽ പോയി ഇരുന്ന ഈച്ച നമ്മുടെ മേലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ വന്നിരുന്ന് എന്നാൽ ആ വസ്ത്രം ഉപയോഗിച്ച് നമുക്ക് നിസ്കരിക്കുന്നതിന് വിരോധമില്ല, പ്രശ്നമില്ല. വൽ ജാരി, എന്നാൽ ഒഴുകുന്ന വെള്ളമാകുന്നത് കറാക്കിതിന് കെട്ടി നിൽക്കുന്ന വെള്ളം പോലെയാണ്. ഫീ തനജുസിഹി, ആ ഒഴുകുന്ന വെള്ളം നജസാകുമെന്ന വിഷയത്തിൽ ബിൽ മുലാഖാത്തി, നജസ് ചേരലോടുകൂടി രണ്ട് കൊല്ലത്ത് കുറഞ്ഞതായിരിക്കുന്ന ആണെങ്കിൽ അവിടെ ഒഴുകുന്ന വെള്ളമാണെങ്കിലും അത് നജസാകും. ഫഫിൽ ഖദീം എന്ന ഖദീമായ കൗലുണ്ട്, ലാ യൻജുസു, ഒഴുകുന്ന വെള്ളം നജസാകൂല, ഇലാ തഗയ്യുരി, പകർച്ചയാണെങ്കിൽ മാത്രമേ ഒഴുകുന്ന വെള്ളം നജസാകൂ എന്ന് ഖദീമായ കൗലാണ്. എന്താ ഈ ഒഴുകുന്നതിന് ഒരു പ്രത്യേകത? അതിൽ ഖുവ്വത്തി, അതിനൊക്കെ ശക്തി ഉണ്ടല്ലോ, കാരണം അങ്ങോട്ട് നിൽക്കല്ലല്ലോ, അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കല്ലേ, അതിനൊക്കെ പവറുണ്ടെന്നാ. ഫൽ ജെറിയത്തു, എന്നാൽ ഒരു ഒഴുക്കാകുന്നത് അല്ലത്തി, അങ്ങനത്തെ ജെറിയത്താണ് ആക്കാഹൻ നജസു, ആ ജെറിയത്തിനോട്, ആ ഒഴുക്കിനോടാണ് നജസ് ടച്ചായത്, നജസ് കണ്ടുമുട്ടിയത്. വഹി, എന്താണ് ജെറിയത്ത് എന്ന് പറഞ്ഞാൽ? കമാ ഖാല ഫി ഷർഹിൽ മുഹദ്ദബി, മുഹദ്ദബിൻ്റെ ഷർഹിൽ നബിയാമിനെ പറഞ്ഞിട്ടുണ്ട് എന്ന മാതിരി ആ ജെറിയത്താകുന്നത് അദ്ദഫത്ത് ബൈന ആഫത്തൈൻ നെഹ്രി, സമുദ്രത്തിൻ്റെ പുഴയുടെ ഒക്കെ രണ്ട് കരൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഒരു തട്ട്, ഒരു ഒഴുക്ക് വെള്ളമാണ്. പിന്നെ അകലത്തിലുള്ളതായിരിക്കുന്ന ഒരു ദഫത്താണ്. വെള്ളത്തിലാകുമ്പോൾ രൂപ ഉണ്ടാകുമല്ലോ. അതിൽ ജദീദായിരിക്കുന്ന കൗല് പ്രകാരം ജദീദ കൗല് പ്രകാരം തഞ്ചുസു, അത് ജെറിയത്തുള്ള മുത്താന ഖബറ. അത് ജെറിയത്തെ പോലെ ഒരു ഒഴുക്ക് രണ്ട് സൈഡിൻ്റെ ഇടയിലുള്ള രണ്ട് കരൻ്റെ ഇടയിലുള്ളതായിരിക്കുന്ന ഒരു പൂക്കുണ്ടല്ലോ വെള്ളത്തിൻ്റെ, അത് ആ ജെറിയത്താവുന്ന തഞ്ചുസു, അത് നജസാകും. വൈകാന മാവുൻ നെഹ്രി, പുഴയിലെ വെള്ളമാണെങ്കിലും ശരി,
അക്സറമിൻ കൊല്ലത്തേനി 2 കൊല്ലത്തിനേക്കാളും കൂടുതലുണ്ട്. പോയാലുള്ള വെള്ളം ടോട്ടൽ നോക്കിയാൽ ഈ ജെറിയത്തും അതിന് മുമ്പും ശേഷവും ഒക്കെ ഉള്ള ജെറിയത്തിനും നോക്കിയാൽ. അതുകൊണ്ടുള്ള ഒരു കടങ്കഥ പറയുന്നുണ്ടല്ലോ, ലനാ മാവുൻ ഫൗക അൽഫി കൊല്ലത്തിൻ ബഹുവ നജസുൻ മിൻ ഗൈരി തഗയ്യുരിൻ. നമുക്ക് 1000 കൊല്ലത്ത് വെച്ചാൽ കണ്ടമാനം വെള്ളമുണ്ട്, പക്ഷേ അത് നജസാണ്, പകർച്ചയായെങ്കിൽ തന്നെ നജസാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അടുത്താണ്. ആ ചെറിയത്തിലുള്ളതാണെങ്കിൽ 2 കൊല്ലത്തുണ്ടാവില്ല അങ്ങനത്തെ അടുത്ത്. വൈകാനം മാവുൻ നഹരി രാജു സുഹൈർ അതെ അക്സറ വൈകാനം മാവുൻ നഹരി അക്സറ. പോയുള്ള വെള്ളം മൊത്തത്തിൽ നോക്കിയാൽ അക്സറ കൂടുതലുണ്ട്, കൊല്ലത്തിന് 2 കൊല്ലത്തിനേക്കാൾ കൂടുതലുണ്ട്. എന്നാലും ശരി ഈ ഒരു ജെറിയത്ത് നൈസാണ്. ഫലായു നജ് സുഹൈറഹ. അപ്പോൾ ഇതിൻ്റെ ഈ നൈസ് ആ ജെറിയത്തല്ലാത്ത ആ ഒഴുക്കല്ലാത്തതിനെ നൈസാക്കില്ല, മുമ്പും പിമ്പുള്ള ജെറിയത്തിനൊന്നും നൈസാക്കില്ല അർത്ഥം. ഭയങ്കാരം മാവുൻ നഹരി മൊത്തത്തിൽ പുഴയുള്ള വെള്ളമാണെങ്കിലും ദൂന കൊല്ലത്തിന് 2 കൊല്ലത്തിനേക്കാൾ താഴെയാണ്, എന്നാലും ആ ജെറിയത്തിനെ മാത്രമേ നൈസാക്കുള്ളൂ. കാരണം എന്തുകൊണ്ട്? അന്നൽ ജെറിയാത്തി, കാരണം ഇങ്ങനെ ഓരോ ഒഴുക്കുകളാകുന്നത് വൈൻ തവാസലത്ത് ഹിസ്സത്തൻ. നമ്മളെ ദൃഷ്ടിയിൽ ഇപ്പോൾ നമുക്ക് ഒരു ഒഴുക്കിനോട് ചേർന്ന് തന്നെയാണ് മറ്റേ ഒഴുക്കും, ഇങ്ങനെ ചേർന്നുകൊണ്ടാണെങ്കിലും മുത്തഫാസിലത്തിന് ഹുക്മൻ വിധിയിൽ നോക്കിയാൽ അത് ഒരു ഒഴുക്ക് അതിൻ്റെ മുമ്പും പിമ്പുള്ള ഒഴുക്കിനെ തൊട്ട് പിരിഞ്ഞതാണ്. എന്താ പിരിഞ്ഞാൻ കാരണം? ഇത് കാരണം കുല്ലു ചെറിയത്തിന്, കാരണം ഓരോ ഒഴുക്കുമാവുന്നത് താലിബത്തുല്ലിമ അമ്മാമഹ, അതിൻ്റെ മുമ്പിലുള്ളതായിരിക്കുന്ന ഒഴുക്കിനെ തേടിക്കൊണ്ടിരിക്കുകയും ഹാരിബത്തും മിമ്മ വറാഹ, അതിൻ്റെ പിന്നിൽ വരുന്ന ഒഴുക്കിനെ തൊട്ട് അത് ഓടിപ്പോയി കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ആ നിലക്ക് അത് ഹുക്മിൽ പിരിഞ്ഞതാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്